ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ കയ്പ്പയ്ക്കയിലെ കയ്പ്പ് മാറാനുള്ള ടിപ്പായിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ചിലപ്പോൾ ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും, ഇത് അറിയാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഇത് നാട്ടിൽ നിന്ന് ഇവിടെ വന്ന ശേഷം, ബാംഗ്ലൂർ വന്ന ശേഷം അധികം ഇവിടെ ഈ കയ്പ്പയ്ക്കയാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. വെള്ള കയ്പ്പയ്ക്ക കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നാട്ടിൽ നിന്ന് വയനാട്ടിൽ നിന്നൊരു വണ്ടി വരുന്നുണ്ട്, ആ വണ്ടിയിൽ മാത്രമേ നമുക്ക് കിട്ടാറുള്ളൂ. വാങ്ങിക്കാറുമില്ല അധികം. ഇപ്പോൾ ഇതാണ് കിട്ടാറുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിൽ കയ്പ്പ് മാറാനുള്ള ടിപ്പുകളാണ്, 2 ടിപ്പാണ് ഞാൻ പറയുന്നത്. അപ്പോൾ 2 പോർഷനായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉള്ളത്തെ ഭാഗം എല്ലാം വൃത്തിയായി കട്ട് ചെയ്തിട്ട് ഇത് ഉപ്പേരിക്ക് കട്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ആദ്യത്തെ ടിപ്പ് കാണിച്ചു തരാം. പിന്നെ ഞാൻ പുളി വയ്ക്കാൻ കട്ട് ചെയ്തിട്ടുണ്ട്, അതിൽ രണ്ടാമത്തെ ടിപ്പും കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. അതിൽ കുറച്ച് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട്, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കല്ലുപ്പാണ് ഇടുന്നത്. കല്ലുപ്പാണെങ്കിൽ പൊടിയുപ്പാണെങ്കിലും കുഴപ്പമില്ല. ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കുക. വെള്ള കയ്പ്പയ്ക്കാണെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. ഇപ്പോൾ ഈ കയ്പ്പയ്ക്കാണെങ്കിൽ 1 മണിക്കൂറോ 1.5 മണിക്കൂറോ 2 മണിക്കൂറോ വെച്ചാൽ അത്രത്തോളം കയ്പ്പ് ഇറങ്ങും കേട്ടോ. അപ്പോൾ ഇതാണ് ആദ്യത്തെ എൻ്റെ ടിപ്പ് എന്ന് പറയുന്നത്. കയ്പ്പ് ഇഷ്ടമില്ലാത്തവർക്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു ടിപ്പാണ് കേട്ടോ. വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെയല്ലേ, അതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കാനുള്ള ഒരു ടിപ്പാണ്. ഇനി രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് പുളിയാണ് കേട്ടോ. ഈ പുളി കുറച്ച് വെള്ളത്തിലിട്ട് ഞെരടിയിട്ട് അത് ഒഴിച്ച് വെക്കാം കയ്പ്പയ്ക്കയിൽ. ഇത് ഞാൻ ഒരു കയ്പ്പയ്ക്ക പുളി വയ്ക്കാൻ വേണ്ടി അരിഞ്ഞതാണ്, അപ്പോൾ ഇതിൽ പുളി ഒഴിച്ചിട്ട് കുറച്ച് നേരം വെക്കുക. ഞാൻ ഡയറക്റ്റ് പുളി ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി കൈ കൊണ്ട് ഞെരടി എടുത്തിട്ട് നന്നായി മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട്. നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഒരു 2 മണിക്കൂറിന് മേലെ ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ വെള്ള കയ്പ്പയ്ക്കയുടെ കാര്യത്തിലാണെങ്കിലും ചെയ്തിട്ട് കുറച്ച് നേരം ഒരു അരമണിക്കൂർ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ കയ്പ്പ് ഇറങ്ങി കിട്ടും. പിന്നെ എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കേണ്ട ആവശ്യം മാത്രമല്ല, കുറേ നേരം ആ കയ്പ്പ് പോകാൻ വേണ്ടി കുറേ നേരം വഴറ്റേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചൊന്ന് കയ്പ്പ് കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ബെറ്ററാവും, വേഗം വർക്ക് ഇതിലെ പണി വേഗം തീർന്ന് കിട്ടും കേട്ടോ. കയ്പ്പിൻ്റെ ഇങ്ങനെ കുറേ നേരം ഇളക്കണ പണിയൊക്കെ തീർന്ന് കിട്ടേ. അപ്പോൾ ഇതാണ് കേട്ടോ രണ്ടാമത്തെ ടിപ്പ്. കുറച്ച് നന്നായി ഞെരടി കൊടുത്തിട്ട് വേറൊരു പാത്രത്തിൽ നന്നായി ഞെരടി ഇത് ഒഴിച്ചാലും മതി, ഞാൻ ഇങ്ങനെ ചെയ്തു എന്ന് മാത്രം. അപ്പോൾ നന്നായി ഞെരടി കൊടുത്തിട്ട് ഒരു പാത്രത്തിൽ കുറേ നേരം ഒരു 2 മണിക്കൂർ അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.